നോക്കാം, ഇൻഡക്റ്റൻസ് ഇൻ സീരീസ്. അപ്പം നമ്മൾ രണ്ട് കോയിൽ, ഒരു കോയിൽ അടുത്ത കോയിൽ, ഇപ്പോൾ രണ്ട് കോയിൽ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അത് രണ്ട് വിധത്തിൽ കണക്ട് ചെയ്യാം. ഒന്ന് ക്യുമുലേറ്റീവ് കപ്ലിംഗ് മീൻസ് ഇവിടെ കറണ്ട് പോയി ഈ കോയിൽ വഴി ഇറങ്ങി ഇവിടെ. ക്യുമുലേറ്റീവ് കപ്ലിങ്ങിൽ നോക്കുക, ശ്രദ്ധിക്കുക. ക്യുമുലേറ്റീവ് കപ്ലിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ കറണ്ട് ത്രൂ ദ ടു കോയിൽസ് ആർ ഇൻ ദി സെയിം ഡയറക്ഷൻ. രണ്ട് കോയിലിലും കറണ്ട് ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് കോയിലിൽ ഇതിപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പം ഇവിടുത്തെ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അടുത്തതിൽ കറണ്ട് ഡയറക്ഷനും ഇങ്ങോട്ടാണ്, അതായത് ഈ ഒരു സൈഡിലേക്കാണ്. അപ്പോൾ രണ്ടിലെയും കറണ്ട് ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഓർ ടു പ്രൊഡ്യൂസ് ഫ്ലക്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഫ്ലക്സ് ഇങ്ങോട്ടാണ്, ഇവിടെ ഫ്ലക്സ് ഉണ്ടാകുന്നത്, ഇതിലും ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. അതായത് ഫ്ലക്സ് ഒരേ ഡയറക്ഷനിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ക്യുമുലേറ്റീവ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സച്ച് എ കണക്ഷൻ ഈസ് നോൺ ആസ് ക്യുമുലേറ്റീവ് കപ്ലിംഗ്. നോക്കാം, ക്യുമുലേറ്റീവ് കപ്ലിംഗ് മനസ്സിലായില്ലേ? ഇത് നോക്കാം. ഇനി അടുത്തത് പറഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഡിഫറൻഷ്യൽ കപ്ലിംഗ്. അപ്പോൾ ഡിഫറൻഷ്യൽ കപ്ലിങ്ങിലെ കണക്ഷൻ നോക്ക്. ഇതാണ് ഡിഫറൻഷ്യൽ കപ്ലിങ്ങിലെ കണക്ഷൻ വരുന്നത്. എന്താ ചെയ്യുന്നത്? നമ്മൾ കോയിൽ 1 ഇങ്ങനെ വരച്ച്, അപ്പോൾ ഇതിലെ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇനി അടുത്ത കോയിൽ 1 ആണിത്, അപ്പോൾ അതിലെ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ കോയിൽ 2ലെ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതായത് കോയിൽ 2ലെ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുക? നേരെ ഇവിടെ കണക്ട് ചെയ്യും. അതായത് ഇങ്ങനെ കറണ്ട് പോയി ഇതുവഴി പോയി കറണ്ട് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വന്ന് മെല്ലെ ഇറങ്ങി താഴോട്ട് പോയി. അപ്പോൾ ഇങ്ങനെ കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതിലുള്ള ഫ്ലക്സ് ഇങ്ങോട്ടാണെങ്കിൽ ഇതിലുള്ള ഫ്ലക്സ് ഇങ്ങോട്ട്, അതായത് കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകുമ്പോൾ അതായത് ഫ്ലക്സ് ഡയറക്ഷനും ഓപ്പോസിറ്റ് ആവും. അപ്പം ഈ ഒരു രീതിയിലുള്ള കണക്ഷനാണ് ഡിഫറൻഷ്യൽ കപ്ലിംഗ്. ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ട് കോയിൽസ് ക്യുമുലേറ്റീവ് കപ്ലിങ്ങിൻ്റെ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്തുണ്ടാവും? ഓരോ കോയിലിനും ഈ ഒരു കോയിൽ 1ന് ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് L ഉണ്ടാവും, കോയിൽ 2ന് വേറൊരു സെൽഫ് ഇൻഡക്റ്റൻസ്, അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L2 ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? കോയിൽ 2ലുള്ള ഫ്ലക്സ് കൊണ്ട് കോയിൽ 1ന് ഒരു മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതാണ് M21. അതുപോലെ കോയിൽ 1ലുള്ള ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് കോയിൽ 2ലൊരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതാണ് ഇത് 21 ആണെങ്കിൽ M12, 1ലെ ചേഞ്ച് കൊണ്ട് 2ൽ. ഓക്കെ, അതായത് കോയിൽ 1നും കോയിൽ 2നും അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവും. അതാണ് L1 L2, അതായത് സെൽഫ് ഇൻഡക്റ്റൻസ് കൊണ്ടൊരു EMF ഉണ്ടാവും. അതുപോലെ കോയിൽ 2ഉം കോയിൽ 1ഉം തമ്മിലൊരു ലിങ്കിങ്, അത് തമ്മിലൊരു കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? കോയിൽ 2ലെ ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് കോയിൽ 1ലും, നേരെ തിരിച്ച് കോയിൽ 1ലെ ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് കോയിൽ 2ലും ഓരോ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പോൾ അതിനാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M12 അല്ലെങ്കിൽ M21 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നോക്കുക. L1 കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻ കോയിൽ 1, L2 സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ 2, M എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, ഇനി സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ കോയിൽ 1 ഉണ്ടാകുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു -L1 ഇൻറ്റു di/dt ആയിരിക്കും. അതുപോലെ കോയിൽ 2ൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF -L2 ഇൻറ്റു di/dt ആയിരിക്കും. പറയേണ്ട കാര്യമില്ല, കാരണം സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇനി ഞാൻ പറഞ്ഞു എന്താണ്? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതായത് കോയിൽ 1ൽ ഒരു EMF ഉണ്ടാവും. എന്തുകൊണ്ടാണ്? കോയിൽ 2ലെ കറണ്ട് ചേഞ്ച് കൊണ്ട്. അതായത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഇൻ കോയിൽ 1 ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ കോയിൽ 2. കോയിൽ 2ലെ കറണ്ട് ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന EMF ആണ് -M ഇൻറ്റു di/dt അല്ലേ? ഇനി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഇൻ കോയിൽ 2 ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ കറണ്ട് ഇൻ കോയിൽ 1, ദാറ്റ് ഈസ് -M ഇൻറ്റു di/dt. അപ്പം ഇതിലെല്ലാം di/dt എന്ന് എടുക്കുന്നതിൻ്റെ റീസൺ മീൻസ് ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കോയിൽ 1ലും കോയിൽ 2ലും ഉണ്ടാകുന്ന കറണ്ട് സെയിം ആണ്. അതുകൊണ്ട് ഒരേ കറണ്ട് കൊണ്ട് തന്നെയാണ്, അതുകൊണ്ടാണ് എല്ലായിടത്തും M ഇൻറ്റു di/dt എന്ന് എഴുതിയത്. ഇനി ടോട്ടൽ ഇൻഡ്യൂസ്ഡ് EMF, ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ടോട്ടൽ ഇൻഡ്യൂസ്ഡ് EMF V is equal to
മൈനസ് ഉണ്ടാവും, വി ഈസ് ഈക്വൽ ടു മൈനസ് ഫസ്റ്റത്തേൻ്റെ ഇൻഡക്റ്റൻസ് എൽ, അതായത് വിൻ്റെ ജനറൽ എക്സ്പ്രഷൻ വി ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി ആണ്. അപ്പോൾ ഇവിടെ എല്ലിന് പകരം L1 ഉണ്ടാവും, അതുപോലെ L2 ഉണ്ടാവും, അതിൽ 2m ഉണ്ടാവും, 2m അല്ലേ, L1 പ്ലസ് L2 പ്ലസ് 2m ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. എന്തുകൊണ്ടാണ് ഈ 2m വരുന്നത്? അതായത് ഫസ്റ്റ് കോയിലും കൊണ്ട് സെക്കൻഡ് കോയിലൊരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, അതുപോലെ സെക്കൻഡ് കോയിലും കൊണ്ട് ഫസ്റ്റ് കോയിലും ഒരു മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഉണ്ടാവും. അപ്പോൾ ആ രണ്ട് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF 2m. That is V is equal to minus L into di by dt into L1 plus L2 plus 2m. ഓക്കെ, അതാണ് ക്യുമുലേറ്റീവ് കപ്ലിങ്ങിൽ. Where L is equal to L1 plus L2 plus 2m. ഈ L എന്ന് പറയുന്നത് ഇക്വലൻറ്റ് ഇൻഡക്റ്റൻസ് ഓഫ് ദി ടോട്ടൽ ഇൻഡ്യൂസ്ഡ് EMF in the single coil. ഓക്കെ, L is the equivalent inductance. ഇനി ഡിഫറൻഷ്യൽ കപ്ലിംഗ് ആണെങ്കിൽ എന്തായിരിക്കും? ഡിഫറൻഷ്യൽ കപ്ലിംഗ് ആണെങ്കിൽ വി ഈസ് ഈക്വൽ ടു മൈനസ് L1 ഡി ഐ ബൈ ഡി ടി, അതായത് L1ൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, അതുപോലെ മൈനസ് L2 ഡി ഐ ബൈ ഡി ടി, L2ലും ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും അല്ലേ, പ്ലസ് 2m ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അതായത് മ്യൂച്വലി ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അതിൻ്റെ പൊളാരിറ്റി നേരെ തിരിച്ചായിരിക്കും. അതാണ് ഡിഫറൻഷ്യൽ കപ്ലിങ്ങിൽ വരുന്ന വ്യത്യാസം. നോക്കാം, വി ഈസ് ഈക്വൽ ടു മൈനസ് L1 ഡി ഐ ബൈ ഡി ടി മൈനസ് L2 ഡി ഐ ബൈ ഡി ടി പ്ലസ് 2m ഡി ഐ ബൈ ഡി ടി. നേരത്തെ കേസിൽ നമ്മൾ എന്താ എടുത്തത്? മൈനസ് m ഡി ഐ ബൈ ഡി ടി എന്നാണ് എടുത്തത്. ബട്ട് ഇവിടെ എന്താണ്? ഇവിടെ പ്ലസ് m ഡി ഐ ബൈ ഡി ടി എന്ന് വരും. കാരണം എന്തുകൊണ്ടാണ് പ്ലസ് m വരുന്നത്? അതായത് ഇപ്പോൾ L1 മൈനസ് L1 ഡി ഐ ബൈ ഡി ടി എന്ന് എടുക്കാനുള്ള റീസൺ, ഫസ്റ്റ് കോയിലിൽ കറണ്ട് ഫ്ലോ ഇങ്ങോട്ടാണ്, അതുകൊണ്ട് അതിലുണ്ടാകുന്ന ഫ്ലക്സ്, ദാറ്റ് ഈസ് L1 ഡി ഐ ബൈ ഡി ടി. ഇനി സെക്കൻഡ് കോയിലിൽ ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ, ഫ്ലക്സ് ഇങ്ങോട്ടാണ്, അപ്പോൾ അതുകൊണ്ട് അതിലുണ്ടാകുന്നത് മൈനസ് L2 ഡി ഫൈ ടു ബൈ ഡി ടി. ബട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നോക്കുക, ഇതിൽ കറണ്ട് ഇങ്ങോട്ടാണ്, ഇതിൽ ഫ്ലക്സ് ഇങ്ങോട്ടാണ്. നേരെ മറിച്ച് രണ്ടാമത്തെ കോയിലിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. കറണ്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ പൊളാരിറ്റി പ്ലസ് m എടുത്തത് ഇവിടെ. ഓക്കെ, 2m ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അപ്പോൾ ഇതിന് നമുക്ക് L1 പ്ലസ് L2 നമ്മളൊരു മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ L1 പ്ലസ് L2 മൈനസ് 2m ഡി ഐ ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ. ദെർഫോർ ഇക്വലൻറ്റ് ഇൻഡക്റ്റൻസ് L ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 മൈനസ് 2m. അത് ഡിഫറൻഷ്യൽ കപ്ലിങ്ങിലാണെങ്കിൽ മൈനസ് 2m വരും, അതുപോലെ ക്യുമുലേറ്റീവ് കപ്ലിങ്ങിലാണെങ്കിൽ പ്ലസ് 2m വരും. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെക്കണം, ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇനി അടുത്തത് ഇൻഡക്റ്റൻസ് ഇൻ പാരലൽ. ഇൻഡക്റ്റൻസ് ഇൻ പാരലൽ എന്തായിരിക്കും? രണ്ട് ഇൻഡക്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തു, പാരലായിട്ട്. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പം കറണ്ട് എന്തായിരിക്കും? I1ഉം I2ഉം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ, I1ഉം I2ഉം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം ഇതിൻ്റെ ഡെറിവേഷൻ വേണ്ട, അതായത് ഇൻഡക്റ്റൻസ് ഇൻ പാരലൽ ആണെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ വരുന്നത് മാത്രം നോക്കുക. അപ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ കോയിൽ 1ൽ ഉണ്ടാകുന്നത് മൈനസ് L1 ഡി ഐ ബൈ ഡി ടി തന്നെയാണ്. അതുപോലെ കോയിൽ 2ൽ മൈനസ് L2 ഡി ഐ ടു ബൈ ഡി ടി. അതായത് നേരത്തെ നമ്മളെല്ലാം ഡി ഐ ബൈ ഡി ടി എന്നാണ് എഴുതിയത് അല്ലേ. ഇവിടെ L1 ഡി I1 ബൈ ഡി ടി, അതുപോലെ L2 ഡി I2 ബൈ ഡി ടി. അതായത് രണ്ട് കോയിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് I1ഉം I2ഉം എടുത്ത്. ഇനി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഇൻ കോയിൽ 1 നോക്കുക, ദാറ്റ് ഈസ് മൈനസ് m ഇൻറ്റു ഡി I2 ബൈ ഡി ടി. അതായത് I2ൻ്റെ ചേഞ്ച് കൊണ്ടാണ് അതിലുണ്ടാകുന്നത്. ഇനി അതുപോലെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഇൻ കോയിൽ 2 ഡ്യൂ ടു ചേഞ്ച് ഇൻ കോയിൽ 1, അതെന്തായിരിക്കും? m ഇൻറ്റു ഡി I1 ബൈ ടി ടി അല്ലേ.
എം ഇൻറ്റു ഡി ഐ വൺ ബൈ ഡി ടി. ആ ഒരു ഡിഫറൻസ്. ഇനി ടോട്ടൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ കോയിൽ 1. അപ്പം കോയിൽ 1 എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് L1 ഡി ഐ വൺ ബൈ ഡി ടി. ദാറ്റ് ഈസ് അതിൻ്റെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മൈനസ് എം ഇൻറ്റു ഡി ഐ ടു ബൈ ഡി ടി, അതായത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓഫ് അതർ കോയിൽ. അപ്പോൾ ഇതായിരിക്കും കോയിൽ 1. ഇനി കോയിൽ 2 എന്തായിരിക്കും? മൈനസ് L2 ഇൻറ്റു ഡി ഐ ടു ബൈ ഡി ടി, അതുപോലെ മൈനസ് എം ഇൻറ്റു ഡി ഐ വൺ ബൈ ഡി ടി ആയിരിക്കും. ഡി ഐ വൺ ബൈ ഡി ടി ആയിരിക്കും അല്ലേ? ഡി ഐ വൺ ബൈ ഡി ടി ആയിരിക്കും. ഇനി ഇവർ as both the coils are connected in parallel, the EMF induced in both the coil must be equal. അതായത് രണ്ട് കോയിൽസ് പാരലൽ ആണെങ്കിൽ രണ്ടിലുണ്ടാകുന്ന വോൾട്ടേജ് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് എക്സ്പ്രഷനും ഈക്വൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് എഴുതി എന്നിട്ട് അവർ സോൾവ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റിലുള്ള ഇക്വേഷൻ മതി. സോൾവ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് കിട്ടും എന്താണ്? ഇക്വലൻ്റ് ഇൻഡക്റ്റൻസ് എൽ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എൽ ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 മൈനസ് എം സ്ക്വയർ ഡിവൈഡ് ബൈ L1 പ്ലസ് L2 മൈനസ് 2m. അതായത് ശ്രദ്ധിക്കാം, L1 L2 മൈനസ് എം സ്ക്വയർ ഡിവൈഡ് ബൈ L1 പ്ലസ് L2 മൈനസ് 2m. അതായത് ക്യുമുലേറ്റീവ് കപ്ലിംഗ് ആണെങ്കിൽ രണ്ട് പാരലൽ ഇൻഡക്റ്റൻസ് ഇൻ പാരലൽ ആണെങ്കിൽ അതിലെ ഇക്വലൻ്റ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് L1 പ്ലസ് L2 മൈനസ് എം സ്ക്വയർ ഡിവൈഡ് ബൈ L1 പ്ലസ് L2 മൈനസ് 2m. അതായത് ഇവിടെ ഒരു മൈനസ് 2m ആണ് വരുന്നത്. അതായത് ഡിനോമിനേറ്ററിൽ മൈനസ് വരുമ്പം ഇക്വലൻ്റ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എൽ എന്താവും? ഡിനോമിനേറ്റർ മൈനസ് വരുമ്പം ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ചെറുതാവും. അപ്പം ഇക്വലൻ്റ് ഇൻഡക്റ്റൻസ് എല്ലിൻ്റെ വാല്യൂ ഹയർ ആവും. അതായത് നമ്മൾ ക്യുമുലേറ്റീവ് കപ്ലിംഗ് ആണെങ്കിൽ ഇൻഡക്റ്റൻസ് ഹയർ ആവും. അതുകൊണ്ട് ഇവിടെ മൈനസ്. ഇനി ഡിഫറൻഷ്യൽ കപ്ലിങ്ങിലാണെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക. അതായത് കോയിൽ 1 ഇങ്ങോട്ടാണ് കറണ്ട് ഡയറക്ഷൻ എങ്കിൽ കോയിൽ 2 ഇങ്ങോട്ട് കറണ്ട് ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം ഡിഫറൻഷ്യൽ കപ്ലിങ്ങിലാണെങ്കിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഈ ഒരു ഇക്വേഷൻ്റെ പൊളാരിറ്റി മാറ്റി കൊടുക്കുക. താഴെ അതായത് ടോട്ടൽ ഇൻഡക്റ്റൻസ് കുറയണം, അപ്പം ഡിനോമിനേറ്ററിലുള്ള വാല്യൂ ഹയർ ആവണം. അപ്പോൾ L1 പ്ലസ് L2 പ്ലസ് 2m വരും. ഓക്കെ. അതുപോലെ L1 മൈനസ് L2 മുകളിലും പ്ലസ് വരും. ഓക്കെ, മുകളിൽ സെയിം തന്നെയാണല്ലേ, ന്യൂമറേറ്റർ സെയിം തന്നെയാണ്, ഡിനോമിനേറ്ററിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ദറ്റ് ഈസ് L1 മൈനസ് L2 മൈനസ് എം സ്ക്വയർ ഡിവൈഡ് ബൈ L1 പ്ലസ് L2 പ്ലസ് 2m. ഓക്കെ. അപ്പം ഡിഫറൻഷ്യലി കപ്പിൾഡ് ആണെങ്കിൽ പ്ലസ് വരും, ക്യുമുലേറ്റീവ് കപ്ലിംഗ് അതായത് ഹയർ ഇൻഡക്റ്റൻസ് വരണമെങ്കിൽ മൈനസ് വരും. അപ്പോൾ അത് മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. എന്താണ്? ദ കമ്പൈൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് 2 coils connected in series is 6 Henry, 0.6 Henry or 0.1 Henry depending on relative direction of currents in the 2 coils. If one of the coil has a self-inductance of 2.2 Henry, find mutual inductance coefficient of coupling. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? അതായത് L1 തന്നിട്ടുണ്ട്, എത്രയാണ്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ, അതാണ് 0.2 L1 എഴുതി. ഇനി 0.6 തന്നിട്ടുണ്ട്, 0.1 തന്നിട്ടുണ്ട്. അപ്പം 0.6 എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യുമുലേറ്റീവ് ഇൻഡക്റ്റൻസ് ആയിരിക്കും. ഡിഫറൻഷ്യൽ ഇൻഡക്റ്റൻസ് 0.1 ആയിരിക്കും. അപ്പോൾ നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M കണ്ടുപിടിക്കണം, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് K കണ്ടുപിടിക്കണം. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് L ക്യുമുലേറ്റീവിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടെന്നാണ് L1 പ്ലസ് L2 പ്ലസ് 2m. L ഡിഫറൻഷ്യലിൻ്റെ ഇക്വേഷനിൽ L1 പ്ലസ് L2 മൈനസ് 2m അല്ലേ? L1 പ്ലസ് L2 മൈനസ് 2m. അപ്പം ഇത് രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇക്വേഷനിലും എന്താണ്?
L1 L2 സെയിം ആണ്. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആഡ് ചെയ്യാണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം 2 × L1 + L2 = 0.7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമ്മും ക്യാൻസലായി പോയി. അപ്പം L1 + L2 = 0.35. L1 തന്നിട്ടുണ്ട്. therefore L2 = 0.35 - 0.2 that is 0.15. ഇനി അതുപോലെ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ 4m = 0.5 എന്ന് കിട്ടും. അപ്പോൾ m = 0.125 ഹെൻറി എന്ന് കിട്ടി. ഇനി എന്തൊക്കെ അറിയാം? m അറിയാം, L1 അറിയാം, L2 അറിയാം. കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഈസ് ഈക്വൽ ടു m/√L1 L2 ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0.72. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിക്കും. ഈ രവിശാർ സിംഗിലുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ടും എക്സാമിന് ചോദിക്കാറ്. അപ്പം ഈ ഒരു ടെക്സ്റ്റ് ബേസ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ. അപ്പം എക്സാമ്പിൾ 7.2 7.3 നിങ്ങൾ ഹോംവർക്കായിട്ട് നോട്ടിൽ എഴുതിയിട്ട് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡോട്ട് കൺവെൻഷനാണ്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.